بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر ഇത്രയും പറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണം. അവരുടെ നിർദ്ദേശങ്ങളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ആമുഖത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ ഏറ്റവും ശ്രേഷ്ഠകരമാണ് എന്ന് പഠിപ്പിച്ച ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി പോകുന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഒരുക്കത്തോടുകൂടി പ്രവേശിക്കേണ്ടുന്ന ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ദുൽഹജ്ജ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മുടെ കണക്കിൽ റമളാൻ മാസം മാത്രമാണ് നമ്മൾ ഒരു ഒരുക്കം നടത്തി ഇബാദത്തുകളിൽ സജീവമാകണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഇറങ്ങാറുള്ളത് ദുൽഹജ്ജ് റമളാൻ മാസത്തിലാണ്. എന്നാൽ ഹദീസുകളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ദുൽഹജ്ജ് മാസം എന്ന് പറയുന്നത് റമളാനിലെ ദിനങ്ങളോളം പ്രധാനമുണ്ട്. അതിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. റമളാനിനോടൊപ്പമോ അല്ലെങ്കിൽ അതിൻ്റെ പകലുകൾ അതിനേക്കാളും ശ്രേഷ്ഠതയോ ഉണ്ട് എന്ന് നമുക്ക് പ്രവാചക വചനങ്ങളും പണ്ഡിതന്മാരുടെ വാചകങ്ങളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു വലിയ ഓഫറുകൾ നൽകിയിട്ടുള്ള സുപ്രധാനമായ ദിനങ്ങളാണ്. അതേപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ പല സ്ഥലങ്ങളിലും ഈ ഒരു ദിനത്തിനെ പ്രത്യേകം എടുത്തു പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദീകരണങ്ങൾ അള്ളാഹു സൂറത്തുൽ ഹജ്ജിലൂടെ നൽകുമ്പോൾ അതിൻ്റെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമിൻ മഅലൂമാത്ത്. ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന അയ്യാം മഅലൂമാത്ത് എന്ന് പറയുന്നത് ഈ ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളാണ്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവമായി ഈ ദിനങ്ങൾ എടുത്തുകൊണ്ട് ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടേണ്ടുന്ന സന്ദർഭമാണ്. ഈ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഈ അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ ആ ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിനങ്ങളാണ് എന്ന് പ്രസിദ്ധരായ മുഫസ്സിറുകളും സഹാബത്തും ഒക്കെ പറഞ്ഞത് കാണാൻ പറ്റും. ഇബ്നു അബ്ബാസ്, അബൂ മൂസ അശ്അരി, മുജാഹിദ്,
അതേപോലെയുള്ള ഒരുപാട് സ്വഹാബിമാരുടെയും അതേപോലെ താബിഉകളുടെയും തബഉ താബിഉകളുടെയും എല്ലാം വാചകങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിക്കൊണ്ട് ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ മാത്രമല്ല, നമ്മൾ കുടുംബം ഒന്നടങ്കം ഈ ദുൽഹിജ്ജിന്റെ ദിനങ്ങളെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുവാൻ, സദഖകൾ കൊടുക്കുവാൻ, അതേപോലെ നമുക്ക് ചെയ്യാൻ സാധ്യമാകുന്ന നന്മകൾ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ചു തരുന്നത് ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനം, അഫ്ളൽ അയ്യാമിദ് ദുനിയാ, ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനം എന്ന് പറയുന്ന അയ്യാമുൽ അശ്ർ, ഈ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിരിക്കുന്നത് ഇന്നഹു അഫ്ളലു അയ്യാമിസ് സന, ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ സുദിനം എന്ന് പറയുന്നത് കമാ നതഖ ബിഹിൽ ഹദീസ്, വെറുതെ പറയല്ല, ഹദീസിന്റെ പ്രവാചകന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് റമളാനിന്റെ അവസാനത്തെ 10-നേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പ്രസിദ്ധനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഇബ്നു കസീറിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് പരിശുദ്ധ റമളാനിനെ സ്വീകരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും ഒരുക്കത്തോടുകൂടി സ്വീകരിക്കേണ്ടത് ദിനമാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു ഇതിനെക്കുറിച്ച് പറഞ്ഞത് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ ദുൽഹിജ്ജയിലെ ആദ്യത്തെ ദിനങ്ങൾ എന്ന് പറയുന്നത് 1000 ദിനങ്ങളെ പോലെയാണ് എങ്കിൽ ഈ ദുൽഹിജ്ജയിലെ ദുൽഹിജ്ജ 9 എന്ന് പറയുന്ന അറഫ ദിനം എന്ന് പറയുന്നത് 1000 അതിലധികം ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ സാധ്യമാകുന്നുണ്ട്. അപ്പോൾ കർമ്മങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് എന്ന ബോധം നമ്മുടെ മനസ്സിലേക്ക് പലപ്പോഴും കയറി വരാറില്ല. നമ്മൾ ആലോചിക്കും, നമ്മളൊക്കെ എത്രയോ ദുൽഹിജ്ജ മാസത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്, നമ്മൾ കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ആ മാസത്തിനെ അതിൻ്റെതായ ഗൗരവത്തോടുകൂടി പരിഗണിക്കുന്ന വിഷയത്തിൽ നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്നു, അല്ലെങ്കിൽ പിന്നോക്കം പോയി പോകുന്നു. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ആ പെരുന്നാൾ മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ, അറവ് മാത്രമേ നമ്മുടെ ചിന്തയിലുള്ളൂ. അതിനപ്പുറം ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളിൽ തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളുമായി കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്, മാ മിൻ അയ്യാമിൽ അമലു സാലിഹ് ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണെന്ന് ഈ സന്ദർഭത്തിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് സത്താവിന് ഏറെ മുഹബ്ബത്തുള്ളതാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നുണ്ട്. അപ്പൊ സഹാബത്ത് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠത ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ സൽക്കർമ്മം ചെയ്യുന്നതിനുണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി എന്നറിയോ? വൽ ജിഹാദു ഫീ സബീലില്ലാഹ്, ജിഹാദും എന്താണ്, അതിനേക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി, ഒരു മനുഷ്യന് ജിഹാദിനു വേണ്ടി അവന്റെ ശരീരവും അവന്റെ സമ്പത്തുമായിട്ട് അവൻ ഇറങ്ങിത്തിരിക്കുന്നു, ഫലം മടങ്ങി വരുന്നില്ല അവൻ, അതായത് അവൻ ആ യുദ്ധത്തിൽ അവൻ ഷഹീദാകുന്നു, അവനല്ലാതെ ആ ആളല്ലാതെ ഒഴികെയുള്ള ബാക്കിയുള്ള ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് ദുൽഹിജ്ജയിലെ പ്രവർത്തനങ്ങൾക്ക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരു റിവായത്തിൽ കാണാൻ പറ്റുന്നത് മാമിൻ അയ്യാമിൻ അഗ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. ശ്രേഷ്ഠതയുണ്ട് ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ അള്ളാഹുവിന് പ്രിയമേറിയതായ മറ്റൊരു ദിവസമില്ല.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാചകത്തിലൂടെ നമ്മളോട് ഇത്രയേറെ ഗൗരവത്തിൽ ഈ ദിനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഒരു ദുൽഹിജ്ജ മാസം നമ്മളിങ്ങനെ അയകൊയമ്പനായിട്ട് അതല്ലെങ്കിൽ ആരാധനയിൽ ശ്രദ്ധിക്കാതെ നടന്നു പോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് എത്രമേൽ നഷ്ടകരമായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കും. നമുക്ക് ദുനിയാവ് തിരിച്ചു കിട്ടാത്തതാണ് ഈ സമയം എന്ന് പറയുന്നത്. ഈ ദുൽഹിജ്ജയിലേക്ക് നമ്മുടെ ആയുസ്സിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദുൽഹിജ്ജയിലേക്ക് നമ്മൾ ഉണ്ടാകുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇമാം ഔസാഇ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, പകലിൽ നോമ്പെടുത്തും രാത്രിയിൽ കാവലിരുന്നും രാത്രി കാവലിരുന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവന് തുല്യമാണ് ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെന്ന് രേഖപ്പെടുത്തി വെച്ചതായിട്ട് കാണാൻ പറ്റും. ഇതേപോലെയുള്ള ഒരുപാട് വാചകങ്ങൾ നമുക്ക് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ഏറെ പ്രതിഫലമായ അള്ളാഹുവിൽ നിന്നും അള്ളാഹുവിന് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഇഷ്ടകരമായിട്ടുള്ള ഈ ദിനങ്ങൾ നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ ദിനങ്ങൾക്ക് ഇത്രയേറെ ശ്രേഷ്ഠത എന്നുള്ളത് നമുക്കറിയുമോ? നോക്കൂ നിങ്ങൾ, ഈ ദിനങ്ങളിലാണ് എല്ലാ ഇബാദത്തുകളും ഒരുമിച്ച് വരുന്ന ഒരു സമയമാണ് ദുൽഹിജ്ജ എന്ന് പറയുന്നത്. ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങളിൽ എല്ലാ ഇബാദത്തുകളും ഉമ്മഹാത്തുൽ ഇബാദ മുഴുവനും ഒന്നിച്ചു വരുന്നുണ്ട്. നമുക്ക് അത് കാണുവാൻ സാധ്യമാകുന്നുണ്ട്. ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വല്ലദീ യുവഹിറു അന്ന സബബ ഫി ഇംതിയാസ് അശ്ർ ദുൽഹിജ്ജ ലിമകാനി ഇജ്തിമാഇൽ ഉമ്മഹാത്തുൽ ഇബാദ ഫി വഹിയ അസ്സലാ വസ്സിയാം വസ്സദഖ വൽഹജ്ജ്. ഹജ്ജും അതേപോലെ സ്വതക്കയും അതേപോലെ തന്നെ നിസ്കാരവും എല്ലാം ഒരുമിച്ച് വരുന്ന, നോമ്പുമെല്ലാം ഒരുമിച്ച് വരുന്ന ദിനങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാത്ത സമയത്തൊന്നും ഉണ്ടാകുന്നില്ല, അത് കടന്നു വരുന്നില്ല. നമുക്കറിയാം, ഹജ്ജ് എന്ന് പറയുന്നത് പ്രത്യേകമായി സമയം ക്ലിപ്തപ്പെടുത്തതാണ്. അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലാണ് അതുള്ളത്. അതുകൊണ്ട് തന്നെ ആ ദിനത്തെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. ഗൗരവത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞു, വൽ ഫജ്ർ വലയാലിൽ അശ്ർ. ഈ ഒരു വാചകത്തിനെയും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. തഫ്സീർ ഇബ്നു കസീറിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ഉദ്ദേശിക്കപ്പെടുന്നത് ദുൽഹിജ്ജയിലെ മാസമാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഇബ്നു അബ്ബാസും ഇബ്നു സുബൈറും മുജാഹിദും അടക്കമുള്ളവരൊക്കെ സലഫുകളും അതേപോലെ അതിനുശേഷം വന്നവരുമെല്ലാം ആ വിഷയത്തെ ഗൗരവമായി തന്നെ കണ്ടുകൊണ്ട് പരിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഹജ്ജ് തന്നെയാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ തന്നെയാണ് ഈ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത്. യൗമു തർവിയയും യൗമു അറഫയും അതേപോലെ യൗമു നഹറുമെല്ലാം കടന്നു വരുന്നത് ഈ ഒരു ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലാണ്. അതൊക്കെ തന്നെയാണ് അതിന് പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു അലക്ഷ്യമായി അലസതയോട് കൂടിയിട്ട് സമീപിക്കേണ്ട. ഹജ്ജിന് പോകുന്ന ആളുകൾ നമ്മളത് അത്ര ആലോചിക്കുന്നുള്ളൂ. ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് കുറെ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് എന്നത് മാത്രമേ നമ്മുടെ ചിന്തയുള്ളൂ. അതല്ല, ഇവിടെ ഇരിക്കുന്ന നമുക്കും ഒരുപാട് പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുവാൻ സാധ്യമാകുന്ന സന്ദർഭമാണ്. നമ്മളൊന്ന് അധ്വാനിച്ചാൽ, നമ്മളൊന്ന് പണിയെടുത്താൽ, നമ്മളൊന്ന് ഒരുങ്ങിയാൽ ഒരുപാട് നമുക്ക് പ്രതിഫലം ലഭ്യമാകുന്ന ദിനങ്ങളാണ്. അറഫാ ദിനത്തെ കുറിച്ചൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകൾക്ക് നരകമോചനം കൊടുക്കപ്പെടുന്ന ആ ഒരു ദിവസം, അതേപോലെ അള്ളാഹു 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു ദിവസം, അറഫാ ദിനത്തിലെ ദുൽഹജ്ജ 9-ന്റെ നോമ്പ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങളും വരാനിരിക്കുന്ന ഒരു ദിനങ്ങളെ ഒരു വർഷത്തെ പാപങ്ങളും ചെറിയ ചെറിയ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചപ്പെട്ട ദിനമാണത്. അത് അന്നത്തേക്ക് മാത്രമായിട്ടല്ല നമ്മൾ ഒരുങ്ങേണ്ടത്. നേരെ മറിച്ച് 1 മുതൽ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട്. 1 മുതൽ 10 വരെയുള്ള ദിനങ്ങളെ പ്രത്യേകം നമ്മൾ പരിഗണിക്കുക. റമദാനിൽ നമ്മൾ പരിഗണിച്ചിട്ടുണ്ടല്ലോ അല്ലെ? റമദാനിൽ നമ്മൾ ജമാഅത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ലേ? റമദാനിൽ നമ്മൾ നമ്മുടെ നാവിനെ നന്നായി സൂക്ഷിച്ചിട്ടില്ലേ? ആവശ്യമില്ലാത്ത വർത്താനങ്ങൾക്ക് പോയിട്ടില്ലല്ലോ. ഏഷണയും പരദൂഷണവുമായിട്ട് നമ്മൾ നടന്നിട്ടില്ലല്ലോ. അതേപോലെ സദഖകൾ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാളേറെയായി ദുൽഹിജ്ജയെ നമ്മൾ പരിഗണിക്കണം എന്നതാണ് ഈ വാചകങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക്
കാണുവാൻ സാധ്യമാകുന്നത്. ഒരുപാട് ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. റമളാനിന്റെ അവസാന രാവുകൾക്ക് തുല്യമോ അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കപ്പെടുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതെല്ലാം ഈ ഒരു ദിനത്തിന്റെ ഗൗരവത്തെ നമ്മളെ പഠിപ്പിക്കുന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളോ ഒന്നും നമ്മൾ നടത്തേണ്ടതില്ല. ഇത് അതിന്റെ പ്രത്യേകതകളും അതിന്റെ ഗൗരവവും ഒക്കെ നമ്മൾ ഏറെ ഗൗരവത്തോടു കൂടി കണ്ട് നമ്മൾ കുടുംബസമേതം ഇബാദത്തുകളിലേക്ക് സജീവമാകുവാൻ വേണ്ടിയുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. പണ്ഡിതന്മാരുടെയും മുൻപ് കഴിഞ്ഞുപോയ സലഫുകളുടെയും അതേപോലെയുള്ള ആളുകളുടെയും എല്ലാം ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അവരെല്ലാം ഇതിനെ പരിഗണിക്കുകയും നന്നായി പണിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പണിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹുവിനെ സൂക്ഷിക്കണം, അവൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദുൽഹിജ്ജ മാസം നമുക്ക് നിർവഹിക്കാൻ സാധ്യമാകുന്ന ചില കർമ്മങ്ങളുണ്ട്. ഇത് ചട്ടകരമായ മറ്റൊരു കർമ്മമാണ് ഉംറ എന്ന് പറയുന്നത്. അത് നമുക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ബാക്കിയുള്ള ഒരുപാട് നന്മകൾ അതിൽ പ്രത്യേകമായി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നത് അറഫാ ദിനത്തിൽ നോമ്പ് തന്നെയാണ്. നമ്മളിത് പരിഗണിക്കാറുണ്ട്, നമ്മളത് എടുക്കാറുണ്ട്. അതൊന്നുകൂടി ഗൗരവത്തോടു കൂടി നമ്മൾ ഒരുങ്ങി നമ്മൾ എടുക്കണം അത് എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതേപോലെ ഈ ദിനങ്ങളെ നമ്മൾക്ക് 1 മുതൽ 9 വരെയുള്ള ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മൾ പരിഗണിക്കുകയും നമ്മുടെ അമലുകൾ നമ്മൾ അധികരിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. നേരത്തെ പറഞ്ഞതാണ്, ഏറ്റവും ശ്രേഷ്ഠകരമായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടകരമായ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, ഏറ്റവും ഇഷ്ടകരമായ ഈ ദിനങ്ങളുണ്ടല്ലോ, ഈ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ഫക്തിറു ഫീഹിന്ന മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്. തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും ഒക്കെ നമ്മൾ ജീവിപ്പിക്കണം. പെരുന്നാൾ നമ്മൾ ജീവിപ്പിക്കാറില്ല അല്ലേ? പെരുന്നാൾ നമ്മൾ തക്ബീർ ചൊല്ലാറുണ്ട്. ഒരുമിച്ച് നമ്മൾ കുടുംബസമേതം സജീവതയാകേണ്ട ദിനങ്ങളാണ് എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ആയുസ്സിൽ ഇതുവരെ ദുൽഹിജ്ജയുടെ ഒരു പക്ഷേ ആദ്യത്തെ ദിനങ്ങളെ പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ടാവില്ല. നമ്മുടെ ഇണകളോട് പറയണം, നമ്മുടെ മക്കളോട് പറയണം. നേരത്തെ പറഞ്ഞല്ലോ, റമളാനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റമളാനിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുക്കങ്ങൾ നടത്തുകയും തക്ബീറുകളും തഹ്മീദുകളും ഒക്കെ നമ്മൾ വർദ്ധിപ്പിക്കണം. അതേപോലെ തന്നെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. നമ്മുടെ ചെയ്തു പോയ പാപങ്ങൾ അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ എന്താവണം? അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. ഈ ദിനങ്ങൾ നമ്മൾ അതിൽ ഉപയോഗപ്പെടുത്തണം. അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ആ തെറ്റുകൾ റബ്ബിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കണം. അല്ലെ, ഹാജിമാർ ഹജ്ജിന് പോയ ആളുകൾ അന്ന് ജനിച്ച ഒരു കുട്ടിയെ പോലെ തിരിച്ചു വരുന്നുണ്ട്. അമലുകൾ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ മുഴുവനും അല്ലാഹു സ്വീകാര്യമായ രൂപത്തിൽ, മബ്റൂറായ രൂപത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചാൽ അവരൊരു കുട്ടിയെ പോലെ തിരിച്ചു വരാൻ അവർക്ക് സാധ്യമാകും. നമുക്കും അത് സാധ്യമാണ്. പക്ഷെ എന്ത് വേണം? ഈ ദിനങ്ങളെ നമ്മൾ പരിഗണിക്കുകയും ഇസ്തിഗ്ഫാർ ചെയ്യാൻ, അല്ലാഹുവിലേക്ക് പാശ്ചാത്തപിച്ചുകൊണ്ട് മടങ്ങിയാൽ അത്താഇബു മിനൽ ദംബി കമല്ലാ ദംബ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ? ആരെങ്കിലും തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അത് നമുക്കും സാധ്യമാണ്. നമ്മൾ വിചാരിക്കേണ്ടത് ഹജ്ജിന് പോകുന്ന ആളുകൾ മാത്രം കുറെ കാര്യങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്നിടത്ത് നമ്മൾ എത്തരുത്. അതേപോലെ എല്ലാ വിഷയത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധയോടുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ.
നന്മകളിൽ, സൽക്കർമ്മങ്ങളിൽ ഒന്നിനെയും നീ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങള്, വലൗ അൻ തൽഖാ അഹാക ബിവജ്ഹിൻ തലഖ്, നീ നിന്റെ സഹോദരനെ പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും ഒരു നന്മയാണ്. ഒരാളെ നമ്മൾ കാണുമ്പോൾ അവനോട് പുഞ്ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയാന്ന് പറഞ്ഞാൽ, പുഞ്ചിരിക്കുന്ന അവസ്ഥയിൽ അവനോട് സലാം പറയാന്ന് പറഞ്ഞാൽ അതൊരു നന്മയാണ്, ഒരു ചെലവുമില്ലാത്ത നന്മയാണ്. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിന് വല്ലാതെ വിശാലത കിട്ടുന്ന, മനസ്സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ കടന്നു വരുമ്പോൾ അവനോട് ചിരിച്ചുകൊണ്ട് നമ്മൾ കടന്നു പോകുന്നതും മുഖം പൂർപ്പിച്ചുകൊണ്ട് മിണ്ടാതെ കടന്നു പോകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും? എന്തൊരു അസ്വസ്ഥതായിരിക്കും ഒരാളോട് ചിരിക്കാൻ കഴിയാതെ, ഒരാളോട് സലാം പറയാൻ പറ്റാതെ നമുക്ക് പോവാന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു നന്മകളെയും നമ്മൾ നിസ്സാരമായി കാണരുത് എന്നുള്ള ഓർമ്മപ്പെടുത്താനുള്ളത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഉളുഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഇൻഷാ അല്ലാഹ് അതിന് പേര് ചേർക്കേണ്ടവർക്ക് സൗകര്യമുണ്ട്. ഇപ്പോഴും ഇനി അവസാനത്തിലേക്ക് വെച്ചതൊരു പ്രയാസമാക്കാതിരിക്കാൻ എല്ലാവരും അതിന് തയ്യാറുള്ള ആളുകൾ എന്ത് വേണം, അത് പരിഗണിക്കണം. കഴിഞ്ഞ ആഴ്ച ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഹദീസ് നിങ്ങളോട് പറഞ്ഞിരുന്നു. കഴിവുള്ളവൻ എന്താണ് ആ ഉളുഹിയത്ത് നിർവഹിക്കണം, അല്ലാത്തവൻ മുസല്ലയിലേക്ക് അടുക്കേണ്ടതില്ല എന്നുള്ള പ്രവാചകന്റെ വചനം. അത് ആ ഒരു വിഷയത്തിന്റെ ഗൗരവം ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ. അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണെന്ന് ഓർമ്മപ്പെടുത്താനാണ്. അത് ഗൗരവത്തോടുകൂടി കാണാനാണ്. അല്ലാതെ അതിന് പേര് തരാത്തൊരു ലിസ്റ്റ് നോക്കിയിട്ട് നാളെ മുസല്ലയിലേക്ക് വരണ്ടെന്ന് പറയാനോ ഈ ഒരു യോഗ്യത ഇല്ലാത്തവനാണ് എന്ന് പറയാനൊന്നല്ല. നമ്മളൊരു 8000 കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരാളിന് കൊടുത്തിട്ടില്ല, അവൻ പൈസ ഉണ്ട് എന്നിട്ടും കൊടുത്തിട്ടില്ല, എന്നാലും അവന്റെ പിന്നാലെ കൂടാനൊന്നും നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓനെ മോശക്കാരനാക്കാൻ, ഓൻ കുഴപ്പക്കാരനാണെന്ന് പറയാൻ, ഓനില്ലാത്ത സമയത്ത് ഓനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓനെ മക്കാറാക്കാൻ, അതൊന്നും നമുക്ക് പെർമിഷനുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി പറഞ്ഞു കൊടുക്കാന്ന് മാത്രമേ നമ്മുടെ ഉത്തരവാദിത്വമുള്ളൂ. അതെല്ലാവർക്കും ആ ഉത്തരവാദിത്വം തന്നെയുള്ളൂ. അല്ലാതെ ഇത് നിർബന്ധമായും നിർവഹിക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമ്മൾ നടത്തുക എന്നുള്ളതാണ്. അത് ശ്രദ്ധിക്കുക. അതേപോലെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ചകളിൽ പറയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അറവിന് വേണ്ടി നെയ്യത്ത് വെച്ച ആളുകളെ സംബന്ധിച്ച്, ഉളുഹിയത്തിന്റെ ഭാഗമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ്ജ 1 മുതൽ അവരുടെ നഖവും മുടിയും മുറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനു മുമ്പ് തന്നെ നമ്മൾ ആ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുകൂടി സന്ദർഭിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അറിഞ്ഞോ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ അറിയുന്നത് പോലെ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അപകടത്തിൽ നമ്മളെ ആരിഫ് ഖാൻ്റെ ഒരു സഹോദരി പുത്രനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരന് അവൻ്റെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവനെയും നമ്മളെയും എല്ലാം നാളെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് നീ ക്ഷമിക്കാനും ആ കുട്ടി കാരണം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്കും ആ മാതാപിതാക്കൾക്കും അവരുടെ കുടുംബത്തിന് ആശ്വാസവും കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹു ഞങ്ങൾ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, കുടുംബാദികളുണ്ട്, അവരെല്ലാവരെയും ഇതിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ, മുസ്ലിമായി എന്നുള്ളതിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ ലോകത്തിന് വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്കെല്ലാം ആശ്വാസവും സമാധാനവും കൊടുക്കണം റഹ്മാനെ. കുതന്ത്രങ്ങളുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ശത്രുക്കളെ മുഴുവനും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب دعوة يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. وصلى الله على محمد وعلى اله واصحابه اجمعين والحمد لله رب العالمين.